ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്താണ് CNG എന്ന് പറയുന്ന കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആണ്. കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസസ്, കംപ്രസ്ഡ് നമുക്ക് കുറച്ചൊന്ന് മാറ്റി വയ്ക്കാം. നാച്ചുറൽ ഗ്യാസ് എന്ന് ഉദ്ദേശിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും, നാച്ചുറലായിട്ട് ഉണ്ടാകുന്നത്, അതായത് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്നതല്ല. അതായത് നമ്മുടെ ഭൂമിയുടെ അടിയിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്ന ഗ്യാസ്. ഈ ഭൂമിയുടെ അടിയിൽ എന്ന് പറയുമ്പോൾ കുറച്ച് കുഴിച്ചല്ല, ഒരുപാട് കുഴിച്ച് നമുക്ക് കിട്ടുന്നൊരു ഗ്യാസാണ് നാച്ചുറൽ ഗ്യാസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ LPG ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്, ലിക്വിഫൈഡ് മാറ്റാം, പെട്രോളിയം ഗ്യാസ്, അതായത് പെട്രോളിയം പ്രോഡക്ട്സിൽ നിന്നും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ് ഈ LPG എന്ന് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ LPG എന്ന് പറയുന്ന ഒരു ഗ്യാസ് ലിക്വിഫൈ ചെയ്യാൻ പറ്റും, അതായത് ലിക്വിഡ് ആക്കാൻ സാധിക്കും. ലിക്വിഡ് ആക്കുന്നതാണ് നമുക്ക് ഈ കാണുന്ന പോലെ നമ്മുടെ ലൈറ്റർ, അതായത് സിഗരറ്റ് ലൈറ്റേഴ്സും കാര്യങ്ങളിനകത്തൊക്കെ നമ്മൾ കാണുന്ന ലിക്വിഡ് പോലെ ഇരിക്കുന്ന സാധനം ശരിക്കും ഗ്യാസാണ്. അതിന് പ്രഷർ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ലിക്വിഡാകും. അതുകൊണ്ടാണ് അതിൻ്റെ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്ന് പറയുന്നതും. അതിന് ക്വാണ്ടിറ്റി കൂടുതൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. എന്താണ് നമുക്ക് ചെറിയൊരു കണ്ടെയ്നറിനകത്ത് തന്നെ ഒരുപാട് ഈ LPG സ്റ്റോർ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് പഴയ വാഹനങ്ങൾ, LPG വാഹനങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ സാധിക്കും, ടാങ്കിൻ്റെ കപ്പാസിറ്റി ചെറുതാണ്, കുഞ്ഞു ടാങ്കാണ് പൊതുവേ LPG സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ കാലം മാറി, CNGയിലോട്ട് മാറി. CNG എന്ന് പറയുമ്പോൾ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്, ഞാൻ ആദ്യം പറഞ്ഞു, ഇത് കംപ്രസ് ചെയ്യാനേ പറ്റത്തുള്ളൂ, ലിക്വിഫൈഡ് ആകത്തില്ല. CNGയുടെ ഒരു ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് ആണത്. CNG നല്ല പ്രഷറിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പം നല്ല പ്രഷർ എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ കണ്ടെയ്നറിന് വലിപ്പം കൂടും, കനം കൂടും. അതായത് LPGക്ക് അത്രയും കനം വേണ്ട, കാരണം പ്രഷർ കുറവാണ് LPGക്ക് വരുന്നത്. അതായത് പ്രഷർ ഏകദേശം 1.7 ബാറിലൊക്കെയാണ് അത് സൂക്ഷിക്കുന്നത്, ബാർ പ്രഷറാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്നാൽ അതേ സ്ഥാനത്ത് നമ്മുടെ CNG വരുന്ന സമയത്ത് കഴിഞ്ഞാൽ അത് ലിക്വിഡ് ആകും. അതുകൊണ്ടാണ് അതിനെ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്ന് പറയുന്നതും. അതിന് ക്വാണ്ടിറ്റി കൂടുതൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. അതായത് നമുക്കൊരു ചെറിയൊരു കണ്ടെയ്നറിനകത്ത് തന്നെ ഒരുപാട് ഈ LPG സ്റ്റോർ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് പഴയ വാഹനങ്ങൾ, LPG വാഹനങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ സാധിക്കും, ടാങ്കിൻ്റെ കപ്പാസിറ്റി ചെറുതാണ്, കുഞ്ഞു ടാങ്കാണ് പൊതുവേ LPG സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ കാലം മാറി, CNGയിലോട്ട് മാറി. CNG എന്ന് പറയുമ്പോൾ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്, ഞാൻ ആദ്യം പറഞ്ഞു, ഇത് കംപ്രസ് ചെയ്യാനേ പറ്റത്തുള്ളൂ, ലിക്വിഫൈഡ് ആകത്തില്ല. CNGയുടെ ഒരു ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് ആണത്. CNG നല്ല പ്രഷറിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പം നല്ല പ്രഷർ എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ കണ്ടെയ്നറിന് വലിപ്പം കൂടും, കനം കൂടും. അതായത് LPGക്ക് അത്രയും കനം വേണ്ട, കാരണം പ്രഷർ കുറവാണ് LPGക്ക് വരുന്നത്. അതായത് പ്രഷർ ഏകദേശം 1.7 ബാറിലൊക്കെയാണ് അത് സൂക്ഷിക്കുന്നത്, ബാർ പ്രഷറാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്നാൽ അതേ സ്ഥാനത്ത് നമ്മുടെ CNG വരുന്ന സമയത്ത് ഒരു ബാർ പ്രഷർ വരുന്നത്. അപ്പം അത്രയും പ്രഷറാണ് നമ്മുടെ CNGക്കകത്ത് വരുന്നത്. അപ്പോൾ ഇത്രയും പ്രഷർ വരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ളൊരു കണ്ടെയ്നർ, അല്ലെങ്കിൽ നമുക്ക് അതിന് വേണ്ട ഒരു കണ്ടെയ്നർ, നല്ല വലിയൊരു കണ്ടെയ്നറാണ് വേണ്ടി വരുന്നത്. വലുത് മാത്രം പോരാ, കട്ടിയും കൂടെ വേണം. തിക്നെസ്സാണ് ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത്. അപ്പം നല്ലൊരു സ്പേസ് അത് കവർ ചെയ്യും. നമ്മുടെ വാഹനത്തിൽ CNG ഉള്ള വാഹനങ്ങൾ ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവും, നമ്മുടെ ഡിക്കിയുടെ ഒരു സ്പേസ് ഫുള്ള് ശരിക്കും അതിനു വേണ്ടി തന്നെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടായിരിക്കും. ആ ഒരു ടാങ്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതൊരു ഡ്രോബാക്കായിട്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതായത് CNGയുടെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. പിന്നെ അടുത്ത് വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ CNGയുടെ മൈലേജ് നമുക്കൊന്ന് അറിയുന്നതിൻ്റെ കാര്യമാണ്. CNGയുടെ മൈലേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ പെട്രോളിൻ്റെ ഒക്കെ കാര്യം പറയുന്ന പോലെ 1 ലിറ്റർ പെട്രോളിന് ഇത്രയും എഫിഷ്യൻസി കിട്ടും, അല്ലെങ്കിൽ ഇത്രയും കിലോമീറ്റർ ഓടും എന്ന് പറയുന്നതിന് പകരം CNG വരുന്ന സമയത്ത് കിലോ കണക്കിനാണ് പറയുന്നത്. അതായത് 1 കിലോ CNGക്ക് നമുക്ക് ഇത്രയും കിലോമീറ്റർ കിട്ടും. നോർമൽ ഒരു വാഹനം, അതായത് ഞാൻ വർക്ക് ചെയ്യുന്ന മാരുതിയിലാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം കൂടുതലും ഞാൻ മാരുതിയുടെ വെഹിക്കിൾസ് ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പം മാരുതിയിൽ നമ്മുടെ വാഗണാർ, അല്ലെങ്കിൽ പിന്നെ എന്നാ പറയുക, നമ്മുടെ ഡിസയർ, എർട്ടിഗ, ഇങ്ങനത്തെ മോഡൽസിനെല്ലാം ഇപ്പം CNG അവൈലബിൾ ആണ്. അപ്പോൾ ഈ CNGയിൽ നമുക്ക് നോർമലി കിട്ടുമെന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം 32 ഒക്കെ നമുക്ക് നോർമലായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു ടാക്സി കസ്റ്റമർ, ഒരു ഡിസയറാണ്, കഴിഞ്ഞ ദിവസം വന്ന സമയത്ത് എന്നോട് പറഞ്ഞായിരുന്നു അതിന് ഒരു 38 വരെയൊക്കെ മൈലേജ് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 38 എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നല്ലൊരു ലാഭമാണെന്നേ പറയാൻ പറ്റില്ല. കാരണം 1 കിലോ CNG എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്ക് 59-60 രൂപ സംതിങ് എങ്ങാണ്ടാണ് 1 കിലോയ്ക്ക് വരുന്ന റേറ്റ്. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് 1 കിലോ അടിച്ച് കഴിഞ്ഞാൽ ഒരു 32 കുറയാതെ നമുക്ക് നോർമൽ മൈലേജും കിട്ടുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ടും ലാഭകരമായിരിക്കും CNGയിലോട്ട് മാറുകയാണെങ്കിൽ. പിന്നെ ഞാൻ ഈ പറഞ്ഞ കുറച്ച് ഡ്രോബാക്സ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഇതിൻ്റെ ഡ്രോബാക്ക്. സ്പേസ്, പിന്നെ ഇതിൻ്റെ എന്നാ പറയുന്നത്, ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ. കാരണം CNG പലയിടത്തും അവൈലബിൾ അല്ല. ഇപ്പം നമുക്ക് നോക്കാനാണെങ്കിൽ ഞാനിപ്പോൾ കോട്ടയത്താണ് താമസിക്കുന്നത്. അപ്പം കോട്ടയം ഭാഗം പറയാനാണ് എനിക്കൊന്ന് ആലപ്പുഴ സൈഡിലെങ്ങാണ്ട് പിന്നെ ഒരു പമ്പുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ കോട്ടയത്ത് വേറെ ഇല്ല, പിന്നെ എറണാകുളത്ത് പോകേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഒരു അവൈലബിലിറ്റിക്ക് വേണ്ടിയുള്ളൊരു ബുദ്ധിമുട്ട് ഭയങ്കര ഒരു വിഷയമാണ്. പക്ഷേ അതെല്ലായിടത്തും ആയി തുടങ്ങിക്കഴിഞ്ഞാൽ
പിന്നെ അത് കുറേ കൂടെ കംഫർട്ടബിൾ ആയിരിക്കും. എല്ലാവരും CNGയിലോട്ട് മാറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഫ്യൂവലിൻ്റെ പ്രൈസ് ഇതുപോലെ ഹൈക്ക് ആയിക്കൊണ്ടിരിക്കുന്നുള്ളതുകൊണ്ട്. അപ്പം ഏറ്റവും നല്ലത് നമുക്ക് CNG തന്നെ ആയിരിക്കും എന്നും വേണമെങ്കിൽ പറയാൻ സാധിക്കും. ടാങ്കിൻ്റെ കപ്പാസിറ്റിയാണ് പലരും ഈ പറയുന്നത്. അതായത് ഇത്രയും വലിയ ടാങ്ക് ഉള്ള സമയത്ത് ഇത് എപ്പോഴും നമ്മളൊരു ടാങ്കിൻ്റെ കപ്പാസിറ്റി ലിറ്റർ കണക്കിനായിരിക്കും പറയുന്നത്. നോർമൽ ഒരു ടാങ്ക് വരുന്ന ഒരു 60 ലിറ്ററൊക്കെ ആയിരിക്കും വരുന്നത്. 60 ലിറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കും 60 ലിറ്ററോളം, അല്ലെങ്കിൽ ഒരു 50 ലിറ്റർ അല്ലെങ്കിൽ 59 ലിറ്റർ ഫ്യൂൽ ഇതിനകത്ത് കയറുമോ, അല്ലെങ്കിൽ CNG ഇതിനകത്ത് കയറുമോ എന്ന് പലർക്കും ഡൗട്ട് തോന്നും. ഒരിക്കലും ഇല്ല. ഈ 60 ലിറ്റർ ടാങ്ക് എന്നൊക്കെ പറയുമ്പോൾ ആ ടാങ്കിനകത്ത് കൊള്ളുന്ന ഒരു അളവെന്ന് പറഞ്ഞാൽ 12 കിലോ ഒക്കെ കൊള്ളത്തുള്ളൂ. അതായത് 60 ലിറ്ററിൻ്റെ ഒരു ടാങ്കിനകത്ത് ജസ്റ്റ് 12 കിലോ, മാക്സിമം 12 കിലോ ഒക്കെയാണ് അതിനകത്ത് ഫില്ലാകുന്നത്. അപ്പം നമുക്ക് ആ ഒരു കാര്യം കൂടെ, അല്ലെങ്കിൽ ആ പറഞ്ഞൊരു കാര്യം കൂടെ മനസ്സിലാക്കാണ്. കാരണം നമ്മളിപ്പോൾ വലിയ ടാങ്ക് കണ്ടാലും അതിൽ ഒത്തിരി കാണത്തില്ല. മാക്സിമം ഒരു 12 കിലോ വരെയൊക്കെ ഇതിനകത്ത് ഫ്യൂൽ കാണത്തുള്ളൂ. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ 10, 350, 400 കിലോമീറ്റർ അടുപ്പിച്ച് തന്നെ ഓടാനുള്ള ഫ്യൂവൽ, ഓടാനുള്ള CNG വാഹനത്തിൽ കാണും. LPGയും CNGയും വെച്ച് നോക്കുന്ന സമയത്ത് LPGക്ക് ഒരുപാട് ഡ്രോബാക്സ് ഉണ്ട്. CNGക്ക് ഇല്ലെന്നല്ല, CNGക്കും ഡ്രോബാക്സ് ഉണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഡ്രോബാക്ക് നോക്കുകയാണെങ്കിൽ LPGക്ക് ആയിരിക്കും. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ LPG സ്റ്റോപ്പായി വന്നതിൻ്റെ കാര്യം. കാരണം എല്ലാവർക്കും അറിയാം, ആദ്യത്തെ കാലഘട്ടത്തിലൊക്കെ നമുക്ക് ശരിക്കും ഇവിടെ കണ്ടുകൊണ്ടിരുന്ന എല്ലാം LPG ആണ്. LPG നമുക്കെല്ലാം അറിയാവുന്ന പോലെ കൊമേഴ്ഷ്യൽ പർപ്പസും കാര്യങ്ങളെല്ലാം നമ്മുടെ വീടിൻ്റെ ആവശ്യത്തിനും എല്ലാത്തിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ എന്നാലും ഈ LPG എന്ന് പറയുന്ന ഒരു വാതകം, അല്ലെങ്കിൽ ആ ഒരു ഗ്യാസിനുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനെ ബേൺ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് കാർബൺ ഡെപ്പോസിറ്റ് കണ്ടുപോകാനും വരും. എന്നാൽ അതേ സ്ഥാനത്ത് CNGക്ക് അത്രയും പ്രശ്നം വരുന്നില്ല. പിന്നെ ഇത് ഏതെങ്കിലും ഒരു രീതിക്ക് ഇത് പുറത്തോട്ട് പോയാൽ പോലും ഒരു ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ, അതായത് പെട്ടെന്ന് ഒരു സഡൻ ബേണിങ് LPGക്ക് ഉണ്ടാകും. പക്ഷേ CNGക്ക് അത്രയും പ്രശ്നം വരുന്നില്ല, കുറച്ചുകൂടെ സേഫറാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ CNGയെക്കുറിച്ച് ഞാനിപ്പോൾ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ മാത്രമാണ് ഞാനിപ്പോൾ ഒന്ന് പറഞ്ഞു പോയത്, എല്ലാവർക്കും ഒന്ന് മനസ്സിലാകും. ഇനിയിപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞൊരു CNG വാഹനം കൂടെ വെച്ച് നമുക്ക് അതിൻ്റെ ഒരു ടെസ്റ്റ് ഡ്രൈവും പിന്നെ അതിൻ്റെ എങ്ങനെ അതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ കൂടെ കൂട്ടി എനിക്ക് ഒരു വലിയൊരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്.